നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദി ഡ്രീം മാച്ച് എന്ന് പേരിട്ട ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് ഫ്രണ്ട്ലി മത്സരം നാളെയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ 1:30 US ഈ കളി നടക്കുന്നത്. മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് ബ്രസീൽ ടീമിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം സ്ഥിരീകരിക്കുകയാണ്: മാർക്കിഞ്ഞോസിന് പരിക്കുണ്ട്, അദ്ദേഹത്തിന് ഈ മത്സരം കളിക്കാൻ പറ്റില്ല. മാർക്കിഞ്ഞോസ് ഒരു പക്ഷേ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരമാകുമ്പോഴേക്കും ഫിറ്റായി മടങ്ങിയെത്തിയേക്കും. അപ്പോൾ ആദ്യ 11 ആരൊക്കെ എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് നാളെ ഞാൻ ആരെയൊക്കെ കളിക്കാൻ ഇറക്കുമെന്നല്ലേ. അത് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഡിഫൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആരെ ഇറക്കുമെന്നുള്ളതിൽ. ലിയോ പെരീര എന്തായാലും കളിക്കും, വെസ്ലിയും ഡഗ്ലസ് സാൻഡോസും ഉണ്ടായിരിക്കും. ഇതാണ് ഇപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. അതായത് അദ്ദേഹത്തിന് മാർക്കിഞ്ഞോസിൻ്റെ പകരക്കാരൻ ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ഡിഫൻസിലെ 4 പേരിൽ 3 പേരെ തീരുമാനിച്ചിട്ടുണ്ട്. ലിയോ പെരീര സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ലിയോ പെരീര, അതുപോലെ വെസ്ലി, ഡഗ്ലസ് സാൻഡോസ് എന്നിവർ ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ മാർക്കിഞ്ഞോസിൻ്റെ പകരക്കാരൻ ആര് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് 11 ഇടം പിടിക്കേണ്ട പല താരങ്ങളും ഇല്ല. അപ്പോൾ ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ മാർക്കിഞ്ഞോസ് കൂടി പുറത്താവുന്ന സ്ഥിതിയുണ്ട്. നോക്കുക, ആലിസൺ ഇല്ല, മിലിറ്റാവോ ഇല്ല, ഗബ്രിയൽ മെഗല്ലസ് ഇല്ല, അലക്സാൻഡ്രോ ഇല്ല, ബ്രൂണോ ഗുയിമാരസ് ഇല്ല, എസ്റ്റവായോ ഇല്ല, റോഡ്രിഗോ ഇല്ല. ബ്രസീലിൻ്റെ സ്റ്റാർട്ടേഴ്സായിട്ട് കളിക്കേണ്ട താരങ്ങളാണ്. റോഡ്രിഗോ ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ തരത്തിൽ ബ്രസീലിന് പ്രമുഖ താരങ്ങളില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ പ്രമുഖ താരങ്ങളില്ലാതെയാണ് നാളെ ബ്രസീൽ കളിക്കാൻ ഇറങ്ങുന്നത്. ഓൾറെഡി 7 പേര് സ്ക്വാഡിലേ ഇല്ല. സ്ക്വാഡിൽ ഉണ്ടായിട്ട് പിന്നെ പുറത്തായതാണ് ആലിസൺ ബെക്കറും അലക്സാൻഡ്രോയും ഒക്കെ. ഇപ്പോൾ ആ കൂട്ടത്തിൽ മാർക്കിഞ്ഞോസിന് ഈ കളിയും കളിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ 8 പ്രമുഖ താരങ്ങളില്ലാതെയാണ് ബ്രസീൽ കളിക്കാൻ ഇറങ്ങുന്നത് എന്നർത്ഥം. ഏതായാലും ആരായിരിക്കും മാർക്കിഞ്ഞോസിന് പകരം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ബ്രമറോ ഡാനിലോയോ ആ ഒരു പൊസിഷനിൽ കളിക്കാനാണ് സാധ്യത. ഇതാണിപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട്. ആഞ്ചലോട്ടി പറഞ്ഞത് 3 പേരെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ്. 4ാമത്തെ ആരെന്ന് വ്യക്തതയില്ല എന്നാണ്. അപ്പോൾ 4ാമതൊരു പക്ഷേ ബ്രമറോ ഡാനിലോയോ കളിച്ചേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം മിഡ്ഫീൽഡിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ആൻഡ്രി സാൻഡോസും കാസോമിറോയും എന്തായാലും ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ESPN ബ്രസീൽ നൽകുന്ന സൂചന പ്രകാരം ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് 11 ഇങ്ങനെയായിരിക്കും: എഡേഴ്സൺ ഗോൾ കീപ്പറായിട്ട്, ഡിഫൻസിൽ വെസ്ലി, ബ്രമർ അല്ലെങ്കിൽ ഡാനിലോ, അവിടെയാണ് കൺഫ്യൂഷൻ. ദെൻ ലിയോ പെരീര, ഡഗ്ലസ് സാൻഡോസ്. മധ്യനിരയിൽ കാസമിറോയും ആൻഡ്രി സാൻഡോസും. റാഫിഞ്ഞയും മാത്യസ് കുഞ്ഞയും ഗബ്രിയൽ മാർട്ടിനെല്ലിയും വിനി ജൂനിയറും മുന്നേറ്റം നയിക്കാനുണ്ടാകും എന്നുമാണ് ESPN FC പറയുന്നത്. ഇനി അതിൽ മുന്നേറ്റത്തിൽ എന്ത് മാറ്റം എന്നുള്ളത് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ കൂടി കംപ്ലീറ്റ് ആകുമ്പോൾ കൂടുതൽ വ്യക്തത വരും. ഏതായാലും ഒരു കാര്യം കൂടി ആഞ്ചലോട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്: ഈ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതായിരിക്കില്ല. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഒരു ഗെയിമിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഏത് മോഡലിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. പ്ലേയേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ മത്സരത്തിലും അത് സെയിമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. വളരെ മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീമാണ് ഫ്രാൻസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അവരുടെ താരങ്ങളുടെ പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ നേരിടും എന്നുള്ളതുണ്ട്. പിന്നെ നമ്മുടെ ക്വാളിറ്റി ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ തിരിച്ച് അടിക്കുകയും വേണം. ദി മോസ്റ്റ് ഡേഞ്ചറസ് ആസ്പെക്ട് ഈസ് ദി സ്പീഡ് ഓഫ് ദി ഫ്രഞ്ച് ടീം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. നമുക്ക് കൗണ്ടർ അറ്റാക്ക് നടത്താനും പൊസഷൻ ഗെയിം കളിക്കാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യുകയും വേണം. എളുപ്പമല്ല നാളത്തെ കളി എന്ന് ആഞ്ചലോട്ടി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.